نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകൾ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവരുടെ യഥാർത്ഥ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം മറ്റുള്ള ദർശനങ്ങളെ പോലെ, മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളെ പോലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചിന്തയിലോ ബുദ്ധിയിലോ ആലോചനയിലോ രൂപം കൊണ്ട ഒന്നല്ല, മറിച്ച് സട്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടിയിട്ട് കൃത്യമായി കൊണ്ടുള്ള നിയമനിർദ്ദേശങ്ങളിലൂടെ അല്ലാഹു മനുഷ്യനെ മാനവരാശിക്ക് തൃപ്തിപ്പെട്ടു നൽകിയിട്ടുള്ള മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അധ്യാപനങ്ങൾ, അത് മനുഷ്യന്റെ സമസ്ത മേഖലകളിലും അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേക്കുമുള്ള കൃത്യമായി കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ്. അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക്, പ്രതിസന്ധികൾക്കുള്ള ഒരു പരിഹാരമായി കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അതിന്റെ അധ്യാപനങ്ങളെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. കേവലം കുറെ ആചാരങ്ങൾ ചെയ്തു കൂട്ടുക എന്നുള്ളതല്ല മതം നമ്മോട് ആവശ്യപ്പെടുന്നു. യാന്ത്രികമായി കൊണ്ട് കേവലം കുറെ കർമ്മങ്ങൾ, ആചാരങ്ങൾ അനുഷ്ഠിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കുക എന്നുള്ളതല്ല പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്.
മറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ അധ്യാപനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ നികില മേഖലയിലേക്കും കൃത്യമായി കൊണ്ട് വെളിച്ചം വീശുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും. അത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ വലിയ ഒരു ആശയമാണ്, തത്വമാണ് ശൂറ എന്നുള്ളത്, കൂടിയാലോചന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ, ഒരു സൂറത്ത് തന്നെ ഈ പേരിൽ ഇറക്കുകയുണ്ടായി. സൂറത്ത് ശൂറ, കൂടിയാലോചന എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചുകൊണ്ട് കൂടിയാലോചനയുടെ മഹത്വത്തെ പറ്റിയിട്ട്, അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് മാനവരാശിയെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്, ബോധവൽക്കരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ ശൂറ ഇല്ലായ്മയാണ്, കൂടിയാലോചനയുടെ ഇല്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരാനുള്ള കാരണം. അത് മനുഷ്യന്റെ കുടുംബ ജീവിതത്തിൽ, അവന്റെ സാമൂഹിക ജീവിതത്തിൽ, സംഘടനാ ജീവിതത്തിൽ, ഭരണ സാമൂഹിക രംഗത്ത് ഒക്കെ ഈ കൂടിയാലോചന ഇല്ലായ്മ കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. കുടുംബ ജീവിതത്തിൽ നമുക്കറിയാം, ഇന്ന് വിവാഹമോചനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്, അല്ലെ? കുടുംബ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ അപര്യാപ്തത, കൃത്യമായി കൊണ്ട് പ്രോപ്പറായി കൊണ്ട് സംവദിക്കാനുള്ള അവസരങ്ങളില്ല, അല്ലെങ്കിൽ ആ അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച കൂടിയാലോചന നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പ്രശ്നങ്ങൾ പോലും പർവ്വതീകരിച്ചു വലിയ വിഷയങ്ങളായി അത് അവസാനം ചെന്ന് കലാശിക്കുന്നത് ഇത്തരത്തിലുള്ള ഡിവോഴ്സുകളിലേക്ക്, വിവാഹമോചനങ്ങളിലേക്കാണ്. അപ്രകാരം തന്നെ ഇന്ന് നമ്മുടെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അവിടെയും ഈ ജനറേഷൻ ഗ്യാപ്പ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും വലിയ പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെയും കടന്നു വരുന്നത് ഈ കൂടിയാലോചനയുടെ കുറവാണ്, ശൂറയുടെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുട്ടികളെ പരിഗണിക്കാതെ, യുവാക്കളെ പരിഗണിക്കാതെ, യുവതലമുറയെ കൃത്യമായി കൊണ്ട് അവരുമായി കൊണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കാതെ സ്വന്തമായി കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോ അതെല്ലാവരും അനുസരിച്ചു കൊള്ളുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും, വാപ്പയും മകനും തമ്മിൽ അകൽച്ചകൾ ഉണ്ടാകും. അങ്ങനെ ഈ ജനറേഷൻ ഗ്യാപ്പ് വലിയൊരു ഇഷ്യൂ ആയിക്കൊണ്ട് കടന്നു വരുന്നു. അവിടെയും ഈ ശൂറയുടെ അപര്യാപ്തതയാണ്. അപ്രകാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, ചില ആളുകൾ ആരുമായി കൊണ്ടും കൂടിയാലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം താല്പര്യത്തിന് വലിയ ഭീമമായിട്ടുള്ള കടങ്ങളെടുത്ത്, വായ്പയെടുത്ത് ബിസിനസ് തുടങ്ങും. പക്ഷേ ഒരൽപ്പം കഴിയുമ്പോ ആ ബിസിനസ്, ആ കച്ചവടം ആകെ പൊട്ടി പാരീസായി. താൻ സ്വന്തമായി തുടങ്ങിയിട്ടുള്ള അതിന്റെ പേരിൽ വലിയ നിരാശ അവൻ മാത്രം ഏറ്റുവാങ്ങി ഡിപ്രസ്ഡായി സ്വന്തം ജീവിതം പോലും അവസാനിപ്പിക്കുന്ന തലങ്ങളിലേക്ക് ആളുകൾ കടന്നു പോകുന്നു. അപ്രകാരം തന്നെ വ്യാജമായിട്ടുള്ള പദ്ധതികളിൽ ആരുമായി കൊണ്ടും കൂടിയാലോചിക്കാതെ ഇന്നൊരു പദ്ധതിയുണ്ട് എന്ന് കേൾക്കുമ്പോ എടുത്തു ചാടിക്കൊണ്ട് വലിയ ഭീമമായി കൊണ്ടുള്ള സംഖ്യകൾ അതിൽ നിക്ഷേപിച്ച് ആകെ കുടുങ്ങി പ്രയാസപ്പെട്ട് ആരോടും പറയാൻ ഗത്യന്തരമില്ലാതെ അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ. ഇവിടെയും ശൂറയുടെ അപര്യാപ്തതയാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത്, ബിസിനസ് രംഗത്ത് തന്റെ കീഴിലുള്ള ജോലിക്കാരെ കൃത്യമായി കൊണ്ട് കേൾക്കാതെ, അവരുമായി കൊണ്ട് കൃത്യമായി കൊണ്ട് കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, മാനേജ്മെന്റ് തീരുമാനങ്ങൾ, അത് ആ ടീം വർക്കിനെ സാരമായി കൊണ്ട് ബാധിക്കുകയും ആ ഒരു സംരംഭം കൂപ്പുകുത്തുകയും ചെയ്യുന്ന അവസ്ഥ. അവിടെയും വില്ലനായി കടന്നു വരുന്നത് ശൂറയുടെ അപര്യാപ്തതയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകൾക്ക് പരിശോധിക്കുമ്പോഴും ആ ശൂറയില്ലായ്മ,
കൂടിയാലോചനയില്ലായ്മയുടെ വലിയ ദുരന്തങ്ങളാണ് ഏത് മേഖലകളിലും പ്രശ്നങ്ങളായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്, മനുഷ്യരെ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആമുഖമായി കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ച വചനം സൂറത്തു ശൂറയിൽ നിന്നുള്ളതാണ്. അല്ലാഹു പറയുന്നു, വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ് സ്വലാത്ത് വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് പറഞ്ഞു വെക്കുന്ന കാര്യം, വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന് ഉത്തരം നൽകിയിട്ടുള്ള ആളുകൾ, വഅഖാമുസ് സ്വലാത്ത്, നമസ്കാരം കൃത്യമായി കൊണ്ട് മുറ പോലെ നിർവഹിക്കുന്ന ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? വഅംറുഹും ശൂറാ ബൈനഹും, അവർ കാര്യങ്ങൾ തീരുമാനിക്കുക ശൂറ കൂടിയിട്ടാണ്, കൂടിയാലോചനയിലൂടെയാണ്. ഏകപക്ഷീയമായി കൊണ്ടുള്ള തീരുമാനങ്ങളല്ല, അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവത്തിലല്ല അവർ കാര്യങ്ങൾ തീരുമാനിക്കുക. മറിച്ച് വഅംറുഹും ശൂറാ ബൈനഹും, അടിവരയിട്ട് മനസ്സിലാക്കണം, അവർ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുക ശൂറ കൂടിയിട്ടാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ശൂറയാണ്, കൂടിയാലോചനയാണ് നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാം എന്ന് വെച്ചാൽ കുറെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മതം എന്ന് പറയുന്നത്. ഇപ്പൊ പല ആളുകളും മതം വിട്ടു പോവുകയാണ്, അല്ലെ? ഒരുപാട് മതത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചു പോകുന്ന സ്വതന്ത്ര ലോകത്തേക്ക് വിരാജിക്കുന്ന ചെറുപ്പക്കാരെയും ഇന്ന് നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. അവർ മനസ്സിലാക്കുന്നത് മതം എന്ന് പറഞ്ഞാൽ അത് ഒരു വേലിക്കെട്ടുകളാണ് എന്നുള്ളതാണ്. അല്ല, മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തെ പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായി കൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ഉന്നതമായി കൊണ്ടുള്ള ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. അത് വേലിക്കെട്ടല്ല, അത് പരിഹാരമാണ്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്, അല്ലേ? ഇന്ന് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പരിഹാരമായി എന്നുള്ളതാണ്. ഏത് രംഗമെടുത്ത് പരിശോധിച്ചോളൂ, സാമ്പത്തിക രംഗമെടുത്ത് പരിശോധിച്ചോളൂ, കുടുംബ രംഗമാണെങ്കിലും സാമൂഹിക രംഗമാണെങ്കിലും ആളുകൾ അറിഞ്ഞും അറിയാതെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ് ശരി, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ് ശരി, അതാണ് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്, നിങ്ങൾ കാര്യങ്ങളെ ശൂറയിലൂടെ കൂടിയാലോചനയോട് തീരുമാനിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വചനമാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 159-ാമത്തെ വചനം. സൂറത്തു ആലു ഇമ്രാൻ 159-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. എത്ര കൃത്യമായി കൊണ്ട് റബ്ബ് പറയുകയാണ്, ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും. പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നീ അവരോട് നൈർമല്യമായി കൊണ്ട് പെരുമാറുന്നത്. ولو كنت فظا غليظ القلب لانفضوا من حولك. താങ്കളെങ്ങാനും കഠിന ഹൃദയവും പരുഷ സ്വഭാവവുമായിരുന്നെങ്കിൽ ആളുകളൊക്കെ ആളുകളുടെ പാട്ടിന് പോകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണ്. എന്നിട്ട് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓരോ രംഗത്തുമുള്ള നേതാക്കന്മാരാണ്, അല്ലെ? നമ്മുടെ വീട്ടിലെ നേതാവാണ്, അതേപോലെ നമ്മുടെ ജോലി സ്ഥലത്ത്
നമ്മുടെ മറ്റു സംഘടനകളിൽ അങ്ങനെ നമ്മൾ ഇടപെടുന്ന രംഗത്തൊക്കെ നമ്മൾ നേതാക്കന്മാരാണ്, ഉത്തരവാദിത്തമുള്ള ആളുകളാണ്, അല്ലെ? വ്യത്യസ്തങ്ങളായിട്ടുള്ള മസ്ഊലിയത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവരോടൊക്കെയുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅഫു അൻഹും, നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നിന്റെ കീഴിലുള്ള നിന്റെ അനുയായികളോട് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, രണ്ടാമത്തെ കാര്യം അവരോട് അവർക്ക് വേണ്ടിയിട്ട് നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. റസൂലിനോട് പറയാണ്, തന്റെ കീഴിലുള്ള ആളുകളിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, വീഴ്ചകൾ സംഭവിക്കും, അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഇസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിനോട്, അല്ലാഹുവേ അവന്റെ അടുക്കൽ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ അവരങ്ങനെ പറഞ്ഞത് അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, അല്ലാഹുവേ നീ അവന് പുറത്തു കൊടുക്കണമേ. അവൻ ആ മീറ്റിംഗിൽ വളരെ രോക്ഷാകുലനായിക്കൊണ്ട് സംസാരിച്ചു, എന്തൊക്കെ പറഞ്ഞു പോയി, അല്ലാഹുവേ അറിവില്ലായ്മ കൊണ്ടാണ് അവൻ എന്റെ സഹപ്രവർത്തകൻ അങ്ങനെ പറഞ്ഞത്, അവന് നീ പുറത്തു കൊടുക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ സഹപ്രവർത്തകന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാണ്, ഇസ്തഗ്ഫിർ ലഹും, പ്രവാചകരെ അവർക്ക് വേണ്ടിയിട്ട് താങ്കൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം, പുറത്തു തേടാൻ, പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെടണം. വശാവിറുഹും ഫിൽ അംർ, മൂന്നാമത്തെ കാര്യം എന്താണ്? വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരുമായി കൊണ്ട് കൂടിയാലോചിക്കണം. ആരോടാ പറയുന്നത്? റസൂലിനോട്, അല്ലാഹുവിന്റെ പ്രവാചകനോട്, വഹയി ലഭിച്ചുകൊണ്ടിരിക്കുന്ന, വഹയി ഇറങ്ങുന്ന പ്രവാചകനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ കാര്യങ്ങൾ അവരുമായി കൊണ്ട് കൂടിയാലോചന നടത്തണം, ശൂറ കൂടണം പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണ്. എന്നിട്ടോ ഫഇദാ അസംത, അങ്ങനെ ശൂറ കൂടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ വരവേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അങ്ങനെ വരവേൽപ്പിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നിങ്ങൾ, ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത്, ഇതാണ് ഒരു നേതാവ് എന്ന് പറയുന്നത്. അണികളെ ചേർത്തു പിടിക്കുന്ന, അവരിലുള്ള പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ പരിഹരിക്കുന്ന, അതിനെ അഡ്രസ് ചെയ്യുന്ന, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന, അവരിൽ എന്തെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചു പോയാൽ അല്ലാഹുവിനോട് അവർക്ക് വേണ്ടിയിട്ട് പാപമോചനത്തെ ചോദിക്കുന്ന, പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന, അതായിരിക്കണം ഒരു നേതാവ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു മാതൃകാ നേതാവിനെ പറ്റിയിട്ട് പഠിപ്പിക്കുകയാണ്. അതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകരിൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെയായിരുന്നു ആ പ്രവാചകന്റെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത്രയധികം അനുചരന്മാരോട് ഓരോ വിഷയത്തിലും കൂടിയാലോചന നടത്തുന്ന മറ്റൊരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അല്ലേ? നമ്മുടെ അണികൾ നമ്മളെ പറ്റി അങ്ങനെ പറയോ? നമ്മുടെ അണികൾ നമ്മളെ പറ്റി അങ്ങനെ പറയോ? ഇത്രയധികം അണികളുമായി കൊണ്ട്, അനുചരന്മാരുമായി കൊണ്ട് ഓരോ വിഷയങ്ങളും കൂടിയാലോചന നടത്തുന്ന ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുകയാണ്. അങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം. ബദർ യുദ്ധത്തിന്റെ സന്ദർഭമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടു സ്വഹാബികൾ. അങ്ങനെ അവർ തമ്പടിക്കുകയാണ്. ഒരു പ്രദേശത്ത് അവർ തമ്പടിക്കുന്നു. ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന മുന്തിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, പ്രമുഖ വലിയ സ്വഹാബിയൊന്നുമല്ല, മറിച്ച് പ്രവാചകന്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്വഹാബിയാണ്. പ്രവാചകൻ ഇങ്ങനെ ആ സ്ഥലത്ത് തമ്പടിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇവിടെ തമ്പടിക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമാണ്, അതല്ല എന്തെങ്കിലും യുദ്ധതന്ത്രമാണ്? പ്രവാചകൻ പറഞ്ഞു, ഒരു യുദ്ധതന്ത്രം എന്ന നിലക്കാണ് ഞാൻ ഇവിടെ തമ്പടിച്ചത്. മുന്തിർ പറഞ്ഞു, ഇന്ത്യ പ്രവാചകരെ, ഇതല്ല നമുക്ക് പറ്റിയ സ്ഥലം, കുറച്ചുകൂടി മുന്നോട്ട് പോയ വേറെ സ്ഥലമുണ്ട്, അവിടെ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്, നമ്മൾ അവിടെ
കുറച്ചുകൂടി മുന്നോട്ട് പോയി തമ്പടിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ നമ്മുടെ ഭാഗത്ത് വരും. ശത്രുക്കൾക്ക് അവിടെ വെള്ളമില്ലാത്ത അവസ്ഥ വരും. നമ്മൾ ഇവിടെ തമ്പടിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ ശത്രുക്കളുടെ ഭാഗത്താണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി തമ്പടിക്കുന്നതാണ് നല്ലത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖരായ സ്വഹാബികളൊക്കെ ഉണ്ട്. പ്രമുഖരായ സ്വഹാബികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഖുബാബ് ബിൻ മുൻദിർ പറഞ്ഞ ആ ഒരു അഭിപ്രായം ലോകത്തിന്റെ നേതാവ് സ്വീകരിക്കുന്നു. സ്വഹാബത്തുമായി കൊണ്ട് ഖുബാബ് ബിൻ മുൻദിർ നിശ്ചയിച്ച സ്ഥലത്തേക്ക് സ്വഹാബത്തിനെ കൂട്ടി അവിടേക്ക് തമ്പടിക്കാൻ വേണ്ടി പോകാൻ. അത് വലിയ സഹായകമായി പ്രവാചകനും വിശ്വാസികൾക്കും അവർക്ക് വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശത്രുക്കൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടായി. നോക്കൂ നിങ്ങൾ, ആ ഒരു തീരുമാനം, ഒരു അഭിപ്രായം അത് ഏറ്റെടുത്ത് പ്രവാചകൻ നടത്തുകയാണ്. പ്രവാചകൻ അവിടെ ആരെയും ശകാരിച്ചില്ല. ഇവിടെ ഇത്ര പ്രമുഖരായിട്ടുള്ള സ്വഹാബികളുണ്ട്, അവരൊന്നും പറയാത്ത അഭിപ്രായം ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് വില കുറച്ച് കണ്ടില്ല. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട് അല്ലെ? മീറ്റിംഗില്, യോഗങ്ങളില് തീരുമാനങ്ങൾ എടുക്കുമ്പോ അഭിപ്രായം പറഞ്ഞാല് അത് ഓന് പറഞ്ഞ എന്തെങ്കിലും അഭിപ്രായം, ആളുകളെ ഗ്രേഡ് നോക്കിയിട്ട് അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന സ്വഭാവം അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിലില്ലാത്തതാണ്. ഇസ്ലാമികമല്ല. മറിച്ച് ആളുകളുടെ ഗ്രേഡ് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ആളുകളുടെ ദർജ നോക്കിയിട്ടല്ല അവന്റെ അഭിപ്രായം എടുക്കേണ്ടത്. അത് ഏറ്റവും ഉചിതമാണോ എങ്കിൽ അത് സ്വീകരിക്കണം. അതാര് പറഞ്ഞാലും അതൊരു കാപ്പിരിയാണെങ്കിൽ പോലും അവൻ പറഞ്ഞത് സ്വീകരിക്കണം. അതാണ് ഒരു ഇസ്ലാമികപരമായിട്ടുള്ള മര്യാദ എന്ന് പറയുന്നത്. അങ്ങനെ ആ രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുണ്ടെങ്കിലും അവരുമായി കൊണ്ട് കൂടിയാലോചിക്കുകയാണ്. അതുപോലെ ഈ ബദറിന്റെ സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് ശത്രു സൈന്യം, മറ്റൊരു ഭാഗത്ത് അബൂ സുഫിയാൻ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം. ആരെ നേരിടണം? കൺഫ്യൂഷനായി. പ്രവാചകൻ മുഹാജിറുകളെ വിളിച്ചു, അൻസ്വാരികളെ വിളിച്ചു, കൂടിയാലോചിച്ചു എന്ത് ചെയ്യണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഭാഗത്ത് ശത്രു സൈന്യമുണ്ട്, മറ്റൊരു ഭാഗത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമുണ്ട്. ആരെയാണ് നേരിടേണ്ടത്? അങ്ങനെ അവരെ കൂടിയാലോചിച്ച് തീരുമാനിക്കുകയാണ്. നമുക്ക് ശത്രു സൈന്യത്തെ നേരിടാം എന്നുള്ള തീരുമാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കൊള്ളുകയും അല്ലെ. പ്രവാചകന് വേണമെങ്കിൽ ഒരു ഓർഡർ പുറപ്പെടുവിച്ചാൽ മതി, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എല്ലാ സ്വഹാബികളും ഒരക്ഷരം ഇണ്ടാതെ കൂടെ ഉണ്ടാവും അല്ലെ, കൂടെ ഉണ്ടാവും. പക്ഷേ പ്രവാചകൻ അങ്ങനെ ചെയ്തില്ല. ഓരോ വിഷയത്തിലും സ്വഹാബത്തിനെ വിളിച്ച് കൂടിയാലോചിക്കണം. നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ, നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെ കൂടിയാലോചിച്ച് ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തീരുമാനങ്ങളും എടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അഭിപ്രായങ്ങൾ വരെ എടുത്തിരുന്നതാണ്. അവരെ പോലും പ്രവാചകൻ പരിഗണിച്ചിരുന്നു. അത് ഏതെങ്കിലും പെണ്ണ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും കുട്ടി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല. അവരുടെ പോലും അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയിരുന്നത് അല്ലെ. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ പ്രവാചകന് ഒരു അല്പം പാല് കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ ആ പാല് കുടിച്ചിട്ട് അതിന്റെ ബാക്കി വരുന്ന ഭാഗം അനുചരന്മാർക്ക് കൊടുക്കുകയാണ്. അറബികൾ ചെയ്യാറുള്ളത് കുടിച്ചിട്ട് ആദ്യം കൊടുക്കുക വലത് ഭാഗത്ത് ഉള്ള ആൾക്കാണ്. അങ്ങനെയാണ് അവരിങ്ങനെ കൈമാറിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് കുടിച്ചു. വലത് ഭാഗത്ത് ഇരിക്കുന്നത് ചെറിയ കുട്ടിയായിട്ടുള്ള ഇബ്നു അബ്ബാസ് ആണ്. തൊട്ടപ്പുറത്ത് ഇടതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, മുതിർന്ന പ്രമുഖരായിട്ടുള്ള സ്വഹാബികളുണ്ട്. വലതു ഭാഗത്ത് ഇബ്നു അബ്ബാസ് ആണ്. അപ്പൊ പ്രവാചകൻ പാല് കുടിച്ചിട്ട് മുതിർന്ന ആളുകളെ ബഹുമാനിക്കാമാണല്ലോ. പ്രവാചകൻ ഇബ്നു അബ്ബാസ് ആയിട്ടുള്ള കുട്ടിയോട് ചോദിച്ചു, ഞാൻ ഈ പാൽ, ഇതിന്റെ ഈ ഒരു പാനപാത്രം ഇവിടെ കൊടുത്തോട്ടെ? ഇടതു ഭാഗത്തുള്ള ആൾക്ക് കൊടുത്തോട്ടെന്ന് ആ കുട്ടിയോട് അനുമതി ചോദിക്കാം. ഇബ്നു അബ്ബാസ് എന്ന കുട്ടി ആ സമയത്ത് ചെറിയ കുട്ടിയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇല്ല, എന്റെ അവകാശം, എനിക്ക് കിട്ടേണ്ട അവകാശം അത് എനിക്ക് തന്നെ ലഭിക്കണം. കാരണം പ്രവാചകൻ കുടിച്ചതിന് തൊട്ടുടനെ അത് എനിക്ക് കുടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ കുട്ടി ആ അവകാശം ചോദിച്ചു വാങ്ങുന്ന പ്രവാചകൻ കൃത്യമായി കൊണ്ട് ആ കുട്ടിയുടെ കയ്യിൽ ആ പാനപാത്രം വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രവാചകന് വേണമെങ്കിൽ അത് പരിഗണിക്കാതെ ഒരു കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഇവിടെ ഇപ്പുറത്ത് പ്രമുഖരായിട്ടുള്ള സ്വഹാബികളുണ്ട്, അവർക്ക് കൊടുക്കാമായിരുന്നു. അല്ല, പ്രവാചകൻ അങ്ങനെ ചെയ്തില്ല. ആ കുട്ടിയെ പോലും പരിഗണിച്ചുകൊണ്ടാണ് പ്രവാചകൻ മുന്നോട്ട് പോയത്.
അപ്രകാരം തന്നെ ഹുദൈബിയ സന്ധി സ്വഹാബികൾക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള സന്ധിയാണ്. ഹുദൈബിയ സന്ധിയിൽ പ്രവാചകൻ ഒപ്പുവെച്ചപ്പോ പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അതിന്റെ ഗുണം അവർ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് ഹുദൈബിയ സന്ധിയിലൊക്കെ ഒപ്പിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇനി എല്ലാവരും ബലികർമ്മം നടത്തി മുടി മുറിച്ച് തെഹലുലായിക്കൊള്ളുക. ആരും പെട്ടെന്ന് ബലികർമ്മം നടത്താനോ തെഹലുലാവാനോ തയ്യാറായി. കാരണം ഈ ഹുദൈബിയ സന്ധിയിൽ ഒപ്പിട്ടത് പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പ്രവാചകൻ വലിയ പ്രയാസം. പ്രവാചകൻ ഈ വിഷമം കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി ഉമ്മു സലമയുടെ അടുക്കൽ പോയി പ്രവാചകൻ പറഞ്ഞു, ഭാര്യയുമായി കൊണ്ട് പങ്കുവെക്കുക. നമുക്ക് നിങ്ങൾ എന്തുണ്ടെങ്കിലും തന്റെ ഭാര്യയുമായി കൊണ്ട് ഷെയർ ചെയ്യും, കൂടി ആലോചിക്കണം. ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാനും പറഞ്ഞിട്ട് പെട്ടെന്ന് ആരും ചെയ്തിട്ടില്ല, അങ്ങനെ നിർവഹിച്ചിട്ട് ദഹലുലായിട്ടില്ല. അപ്പൊ ഉമ്മു സലമ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകരെ താങ്കൾ ഒന്നും മിണ്ടാതെ താങ്കൾ പോയി ബലിയറുത്ത് മുടി മുറിച്ച് ദഹലുലാവുക, എങ്കിൽ ബാക്കിയുള്ള ആളുകളും അതേപോലെ ചെയ്യും. പ്രവാചകൻ ഉമ്മു സലമ റളിയല്ലാഹു പറഞ്ഞ ആ ഒരു നിർദ്ദേശം സ്വീകരിച്ചു. തന്റെ ഭാര്യയുടെ ആ നിർദ്ദേശം സ്വീകരിച്ചു. എന്നിട്ട് ബലിയറുത്തു, സ്വന്തം കൈകൊണ്ട് ബലിയറുത്തു, മുടി മുറിച്ച് തഹലിലായി. ഇത് കണ്ട സഹാബത്ത് ഒന്നടങ്കം പ്രവാചകൻ തഹലിലായി. നമ്മൾ ആരെ കാത്തിക്കണം? പ്രവാചകനോടെ തഹലിലായി. നമ്മളെല്ലാവരും അവരും ബലിയറുത്ത് മുടി മുറിച്ച് തഹലിലാക്കുക. അപ്പൊ നമുക്ക് നിങ്ങൾ ഒരു നിർദ്ദേശം, ഒരു അഭിപ്രായം, അത് ആരായാലും അതിന് അത് എടുക്കുക എന്നതാണ്. അത് ഉചിതമാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നതാണ്. അത് അവിടെ കുട്ടി പറഞ്ഞതാണെങ്കിലും ശരി, സ്ത്രീ പറഞ്ഞതാണെങ്കിലും ശരി, യുവാവ് പറഞ്ഞതാണെങ്കിലും ശരി, പ്രായമുള്ളവർ പറഞ്ഞതാണെങ്കിലും ശരി, ആ അഭിപ്രായത്തെ മാനിക്കുക. അങ്ങനെയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇല്ലാത്തതിന്റെ കുറവാണ് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം, അല്ലെ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏത് രംഗത്തുള്ള പ്രശ്നങ്ങൾക്കും കാരണം കൂടിയാലോചന ഇല്ല. വീട്ടിൽ പോലും അങ്ങനെയല്ലേ? വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടോ? എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു അവസ്ഥയുണ്ടോ? രംഗമുണ്ടോ? എല്ലാവരും ഓരോ വഴിക്കാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നില്ല. നമ്മൾ ഒരുമിച്ച് നമ്മുടെ മക്കളെയും പെണ്ണുങ്ങളും ഒക്കെ കൂട്ടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും നമ്മുടെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ, കൂടിയാലോചിക്കാൻ ഒരു വേദിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകണം. ഒട്ടുമിക്ക പ്രശ്നങ്ങളും അതിലൂടെ പരിഹരിക്കപ്പെടും. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ തീരുമാനമാണ്, കൽപ്പനയാണ്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലി അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സർവ്വലോകരക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലയിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ മഹല്ലുകളിലുള്ള വലിയൊരു പ്രശ്നമാണ്, പരിപാടികളൊന്നും നടക്കുന്നില്ല, പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് ആളുകൾ വരുന്നില്ല. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ മഹല്ലിൽ, നമ്മുടെ യൂണിറ്റിൽ പരിപാടികൾ നടക്കണം, ദഅവാ പ്രവർത്തനങ്ങൾ നടക്കണം, സജീവമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യോഗങ്ങൾ വിളിക്കണം, കൂടിയാലോചന ഏറ്റവും പ്രധാനം. പരാതി പറയുകയല്ല, മറിച്ച് നമ്മൾ മീറ്റിങ്ങുകൾ വിളിക്കുക. KNM-ഉം ISM-ഉം MSM-ഉം MGM-ഉം ഒരുമിച്ച് നമ്മുടെ യൂണിറ്റിൽ കൂടിയിരിക്കണം. എത്രയായി നമ്മൾ സംയുക്തമായി കൊണ്ടൊരു മീറ്റിംഗ് കൂടിയിട്ട് കൂടിയാലോചന നടത്തിയിട്ട്, എന്നിട്ട് നമ്മൾ പറയും പരിപാടി ഒന്നും നടക്കുന്നില്ല, ആളുകളെ കിട്ടുന്നില്ല, ഇതിന് വേണ്ട വഴി നമ്മൾ എടുക്കണ്ടേ? നമ്മളെല്ലാവരും വിളിക്കുക, യുവാക്കളെ, യുവതികളെ, നമ്മുടെ കുട്ടികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി മഹല്ലിൽ അടിയന്തരമായി കൊണ്ട് സംയുക്തമായി മീറ്റിങ്ങുകൾ, കൂടിയാലോചനകൾ നടത്താൻ നമ്മൾ തയ്യാറായാൽ ആ മഹല്ലിൽ, ആ യൂണിറ്റിൽ യാതൊരു സംശയം വേണ്ട പ്രവർത്തനങ്ങൾ നടക്കും.
ദഅവ പ്രവർത്തനങ്ങൾ നടക്കും, QHLS ക്ലാസുകൾ നടക്കും, വെളിച്ചം പദ്ധതി മുന്നോട്ട് പോകും. ISMന്റെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്നുള്ള ക്യാമ്പയിൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഫീൽഡിലേക്ക് വരുന്നത്. ഉസ്റത്തുൽ ഹസന, കുടുംബ സംഗമങ്ങൾ ഓരോ യൂണിറ്റിലും നടക്കണം. ഇതൊക്കെ എങ്ങനെ നടക്കും? നമ്മൾ അടിയന്തരമായിക്കൊണ്ട് സംയുക്തമായിക്കൊണ്ട് യോഗം വിളിക്കണം. അങ്ങനെ കൂടിയാലോചനയിലൂടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ പരാതി പറഞ്ഞ് നടക്കലല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. സൊല്യൂഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇസ്ലാം എല്ലാത്തിനുമുള്ള സൊല്യൂഷനാണ് നമ്മളെ മുമ്പിൽ വെച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മൾ വന്നു പോയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് ഇനി വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം നാഥാ. അല്ലാഹുവേ, നമ്മുടെ തലസ്ഥാനത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അല്ലാഹുവേ, ഇത്രയും പെട്ടെന്ന് ആശ്വാസവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കണം നാഥാ. അല്ലാഹുവേ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു അവർക്ക് ഇനി ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം നാഥാ. ലോകം കൊണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.